ഒരു വ്യക്തി മസ്ജിദിൽ പ്രവേശിച്ച് നമസ്കരിച്ച ശേഷം ഇപ്രകാരം ദുആയിരുന്നു: അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാട്ടണമേ. ഇത് കേട്ടപ്പോൾ പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി: ഓ നമസ്കാരക്കാരാ, നിങ്ങൾ വലിയ ധൃതി കാട്ടിയിരിക്കുന്നു. ദുആ ഇരക്കുമ്പോൾ ആദ്യം അല്ലാഹുവിനെ വാഴ്ത്തുകയും എൻ്റെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്യുക. ശേഷം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ മറ്റൊരാൾ കടന്നു വന്ന് നമസ്കാരാനന്തരം അല്ലാഹുവിനെ വാഴ്ത്തുകയും തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്തു. തങ്ങൾ അരുളി: ഇപ്പോൾ നിങ്ങൾ ദുആ ഇരക്കുക, നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടും. ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം അല്ലാഹുവിനെ ഓർക്കുക, പിന്നെ മുഹമ്മദിനെ ഓർക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ സ്വീകരിക്കാനുള്ള മരുന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആദ്യം അല്ലാഹുവിനെ വാഴ്ത്തുക, പിന്നെ എൻ്റെ മേൽ സലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കാനുള്ളത് അല്ലാഹുവിനോട് ചോദിക്കുക, അവ തരും. ആ ദുആ സ്വീകരിക്കപ്പെടും. തിരുപൗത്രൻ ഹസൻ ഓടി വന്നു. തങ്ങൾ മുന്നോട്ട് നീങ്ങി മടിയിലിരുത്തി ചുംബനം നൽകി. അടുത്ത് തന്നെ അഖ്റാ ഇബ്നു ഹാബിസ് തമീമി റളിയല്ലാഹു അൻഹു ഇരിപ്പുണ്ടായിരുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: എനിക്ക് 10 മക്കളുണ്ട്. ഇന്നവരെ അവരാരെയും ഞാൻ മുത്തം വെച്ചിട്ടില്ല. പരിശുദ്ധ റസൂൽ പറഞ്ഞു: മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് അല്ലാഹു കരുണ കാട്ടുകയില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു: തിരുദൂതരെ, ഞാനൊരു യാത്രക്ക് പോകുകയാണ്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു: അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലക. നിങ്ങളുടെ ദീനിനെയും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കർമ്മങ്ങളുടെ അന്ത്യങ്ങളെയും സംരക്ഷിക്കുക. ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ നാമത്തിൽ അവനെ വാഴ്ത്തിക്കൊണ്ട് പാപമോചനം തേടിക്കൊണ്ടും യാത്ര തിരിക്കുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി വഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. മടക്കവും ഇപ്രകാരം തന്നെ 3 പേരുടെ ദുആകൾ അല്ലാഹു ഒരിക്കലും തള്ളിക്കളയുന്നതല്ല. ഒന്ന് മർദിദന്റെ, യാത്രക്കാരന്റെ, മാതാപിതാക്കളുടെ ഈ ദുആ അല്ലാഹു തള്ളൂല്ല. അദ്ദേഹം ചോദിച്ചു: പരിശുദ്ധ റസൂലേ, വല്ലതും ഉപദേശിച്ചാലും, നിങ്ങൾ വല്ല ഉപദേശങ്ങൾ തന്നാലും? അപ്പോൾ നബി തങ്ങൾ അരുളി: അല്ലാഹുവിനെ ഭയന്ന് കഴിയുക. ഉയരത്തിൽ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇറക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്നും പറയുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു: അല്ലാഹുവിന്റെ ദൂതരെ, ഞാൻ വൃദ്ധനും അന്ധനുമാണ്. ഞാൻ വൃദ്ധനും കണ്ണ് കാണാത്തവനുമാണ്. എൻ്റെ വീട് കുറെ ദൂരത്താണ്. മസ്ജിദിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരു വഴികാട്ടിയുമില്ല. കണ്ണ് കാണാത്തത് കാരണം മസ്ജിദിലേക്ക് ഒറ്റക്ക് വരാൻ എനിക്കാവില്ല. ഒരു വഴികാട്ടിയോ അതുമില്ല. ഞാൻ ജമാഅത്തിന് വരാതെ വീട്ടിൽ ഒറ്റക്ക് നമസ്കരിച്ചോട്ടെ. അപ്പൊ റസൂൽ ഉമ്മു മക്തൂമിനോട് ചോദിക്കാൻ: നിങ്ങൾ ബാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു: ഉണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു: എന്നാൽ പിന്നെ ജമാഅത്തിൽ അളവില്ല. ജമാഅത്തിലൊന്നും ഒരു അളവല്ല. അതുകൊണ്ട് പള്ളിയിലെത്തണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി മസ്ജിദിൽ ചെന്ന് 1ാമത്തെ തക്ബീറിൽ തന്നെ ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ 10 ദിവസം കൃത്യനിഷ്ഠ കാണിച്ചാൽ അല്ലാഹു അവന് നരകത്തിൽ നിന്നുള്ള ഒരു മോചനം കനിഞ്ഞരുളുന്നതാണ്. 10 ദിവസം കൃത്യമായിട്ട് ജമാഅത്തൊന്നും മുടങ്ങാതെ പള്ളിയിൽ വന്നാൽ, ജമാഅത്തിന് വന്നാൽ അല്ലാഹു അവന് നരകത്തിൽ നിന്നുള്ള മോചനം നൽകുന്നതാണ്. ഇതിനു ശേഷം പരിശുദ്ധ റസൂൽ ഊഴം പോലെ ഭാര്യമാരുടെ ഭവനങ്ങളിലേക്ക് പോയി. ഓരോ വീട്ടിലും അല്പനേരം തങ്ങി സുഖവിവരങ്ങൾ അന്വേഷിച്ചു, മറ്റു കാര്യങ്ങളും അന്വേഷിച്ചു.
അവസാനം അവിടുന്ന് പാർക്കേണ്ടിയിരുന്ന പത്നിയുടെ വീട്ടിലേക്ക് നീങ്ങി. പരിശുദ്ധ റസൂൽ പതിവനുസരിച്ച് തങ്ങളുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ബനു ആമിർ ഗോത്രത്തിലുള്ള ഒരാൾ പുറത്തു നിന്ന് വിളിച്ചു ചോദിക്കുന്നതായി തങ്ങൾ കേട്ടു. നബി തങ്ങൾ സേവകനോട് നിർദ്ദേശിച്ചു പോയി അദ്ദേഹത്തിന് അനുവാദം ചോദിക്കേണ്ട രീതി പഠിപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ റസൂലിന്റെ ഒരു മാതൃക. എന്ത് ചെറിയ കാര്യങ്ങളും ഒരു വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലണമെന്ന് പഠിപ്പിക്കുന്നു. ലോക ജനതയെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂൽ. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക, അനുവാദം ചോദിക്കേണ്ട രീതി എങ്ങനെയെന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുക. അതായത് ആദ്യം സലാം പറയുക, ശേഷം അനുവാദം ചോദിക്കുക. സേവകൻ പോയി പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അതുപോലെ ചെയ്തു. പരിശുദ്ധ റസൂല് പറഞ്ഞു, ഇനി കടന്നു വന്നാലും. ഇങ്ങനെ ഇതിനിടെ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സേവകൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. വാതിലിൽ മുട്ടി. തങ്ങൾ പറഞ്ഞത് സെയ്ദാണെന്ന് പരിശുദ്ധ റസൂല് തിരിച്ചറിഞ്ഞു. വാതിൽക്കലേക്ക് എഴുന്നേറ്റ് ചെന്ന് സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു, ചുംബനം നൽകി. വീട്ടില് വേലക്കാരന് പാത്രം കഴുകുന്ന സേവകന് വേലക്കാരനെ ചുംബിക്കുന്ന ഒരു ലോകനായകനെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ കാണൂ, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഗ്രിബിന്റെ സമയമായി. മഗ്രിബിന്റെ സമയം അടുത്തു വന്നു. തങ്ങൾ വുളു ചെയ്തു, നമസ്കാരത്തിന് തയ്യാറായി. ബിലാൽ ബാങ്ക് കൊടുത്തു. തങ്ങൾ വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ബാങ്കിന് മറുപടിയോടൊപ്പം ഇപ്രകാരം ചൊല്ലി, അല്ലാഹുമ്മ ഇന്നി ഹദാ ഖിബാലു ലൈലിക വഅദ്ബാറു നഹാരിക വഅസ്വാതു ദുആഇക വഗ്ഫിർലി. അല്ലാഹുവേ, ഇത് നിന്റെ രാവിന്റെ തുടക്കവും പകലിന്റെ ഒടുക്കവും തന്നിലേക്ക് വിളിക്കുന്നവരുടെ ശബ്ദം ഉയരുന്ന സമയവുമാണ്. നീ എനിക്ക് പുറത്തു തരണമേ. ബിലാലിന്റെ ബാങ്ക് കഴിഞ്ഞപ്പോൾ അരുളി, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും നീണ്ട കഴുത്ത് മുഅദ്ദിന്മാരുടേതായിരിക്കും. അതായത് അതിനർത്ഥം എന്തെന്നറിയോ? അവർ എല്ലാവരെക്കാളും പ്രത്യേകതയുള്ളവരായിരിക്കും. മുഅദ്ദിന്റെ ശബ്ദം കേൾക്കുന്ന വസ്തുക്കളും അത് എത്തുന്ന സ്ഥലവുമെല്ലാം ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. അങ്ങനെ പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഇന്ന് അതിൽ പാരായണം ചെയ്തത് മുർസലാത്ത് സൂറത്താണ്. സുബഹിക്ക് ശേഷം ചൊല്ലിയ ദിക്റുകൾ മഗ്രിബിന് ശേഷവും ആവർത്തിച്ചു. ഇതിനിടയിൽ ഇടിമിന്നലിന്റെ ഒരു ശബ്ദം കേട്ടു. ഇടിവെട്ടുന്ന ശബ്ദം തങ്ങൾ ദുആയിരുന്നു. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി. ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട ദുആ അവിടെ പഠിപ്പിക്കുകയാണ്. വൽ മലായികതു മിൻ ഖീഫതിഹി. اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك. അല്ലാഹു പരിശുദ്ധനാണ്. അവനോടുള്ള ഭയത്താൽ ഇടിയും മലക്കുകളും അവനെ പുകഴ്ത്തുന്നതിനോടൊപ്പം പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊല്ലരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് നശിപ്പിക്കരുതേ. അതിനു മുമ്പ് ഞങ്ങൾക്ക് നീ സൗഖ്യം നൽകണമേ. കാറ്റടിച്ചു വീശിയപ്പോൾ അതിന്റെ നന്മ ഇരക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വഖൈരി മാ ഫീഹാ വഖൈരി മാ ഉർസിലത് ബിഹി അഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ശേഷം വീട്ടിലേക്ക് പോയി സുന്നത്തുകൾ നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വൈകുന്നേരം വാഖിയ സൂറത്ത് ഓതുന്നവനെ ദാരിദ്ര്യത്തിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പിശാചുക്കൾ പരക്കുന്നതാണ്. അവസരം നിങ്ങളുടെ മക്കളെയും മൃഗങ്ങളെയും പുറത്തുവിടരുത്. മഗ്രിബിന് ശേഷം മക്കളെ പുറത്തുവിടരുത്, മൃഗങ്ങളെ പുറത്തുവിടരുത്. അത് പിശാചിന്റെ സ്വൈര്യവിഹാരത്തിന്റെ നേരമാണത്രേ. പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വീട്ടിലിരിക്കുന്നതിനിടയിൽ ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഒരാവശ്യത്തിന് അനുവാദം ചോദിച്ചുകൊണ്ട് തിരുഭവനത്തിൽ പ്രവേശിച്ചു. അവസരത്തിൽ അവിടെ പവിത്ര പത്നിമാരിൽപ്പെട്ട
മൈമൂന റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇവരൊക്കെ ഉണ്ടായിരുന്നു. നബി തങ്ങൾ അവരോടൊക്കെ അകത്ത് പോകാൻ നിർദ്ദേശിച്ചു. അവർ ചോദിച്ചു, ഉമ്മു മക്തൂം അന്ധനല്ലേ, അദ്ദേഹത്തിന് കണ്ണ് കാണില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനു പോകണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അന്ധരാണോ? അല്ലല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്പം കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശാനുസരണം പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സ്വകാര്യ ആവശ്യത്തിന് നബി തങ്ങളുടെ അരികിലെത്തി. തങ്ങൾ എഴുന്നേറ്റ് മകളെ ചുംബിച്ചു. തൻ്റെ അരികിൽ തന്നെ ഇരുത്തി, പ്രിയ പിതാവേ, ഇന്ന് കുറച്ച് അടിമകൾ തങ്ങളുടെ പക്കലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞു. അതിൽ ഒരാളെ എനിക്ക് നൽകിയാലും. നിങ്ങളുടെ അടുത്ത് കുറെ വേലക്കാരെ കിട്ടിയിട്ടുണ്ട്, അടിമകൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ഒരാളെ എനിക്ക് നൽകിയാലും ഗോതമ്പ് പൊടിച്ചും വെള്ളം കോരിയും ആഹാരം പാകം ചെയ്തും മറ്റ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയും ഞാൻ തളർന്നു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മകളെ, നിങ്ങൾ വിരിപ്പിൽ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതാണ് മോളെ ഫാത്തിമ നിനക്ക് അടിമയെ കിട്ടുന്നതിനേക്കാളും മെച്ചമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് കഴിഞ്ഞ് വീട്ടിലിരിക്കവേ സഹാബാക്കളിൽ ചിലർ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കൾ ധാരാളം ദുആകൾ ചെയ്യാറുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. കാരുണ്യത്തിന്റെ ദൂതർ അരുളി, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം. ആ ദുആകളെ എല്ലാം അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്രകാരം പറയുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻ നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തഅദക മിൻഹു നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതൽ മുസ്തആനു അലൈക്കൽ ബലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് ചോദിച്ചിട്ടുള്ള നന്മകൾ ഞാൻ ഇരക്കുന്നു. നിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് കാവൽ തേടിയ നാശങ്ങളിൽ നിന്നും ഞാൻ കാവലിരിക്കുന്നു. സഹായി നീ മാത്രമാണ്. എല്ലാ കഴിവുകളും ശേഷികളും അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. രാത്രി ആഹാരം കഴിക്കാനുള്ള സൗകര്യം തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ അന്വേഷിച്ചപ്പോൾ ഇന്ന് ആഹാരമുള്ളതായി അറിഞ്ഞു. തങ്ങളത് ഭക്ഷിച്ചു കൊണ്ടരുളി, രാത്രി ആഹാരം കഴിക്കാതിരിക്കുന്നത് പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കാൻ കാരണം. അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് രാത്രിയിൽ അല്പമെങ്കിലും ആഹാരം കഴിക്കുക. ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും, ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ഉടനെയും, ഉറങ്ങിയെഴുന്നേറ്റ ഉടനെയും, പഴങ്ങൾ കഴിച്ച ഉടനെയും പരിശുദ്ധ റസൂൽ വെള്ളം കുടിക്കാറില്ലായിരുന്നു. ആഹാരം കഴിച്ച ഉടനെ ഉറങ്ങുന്നതിനെ തങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ആഹാരം കഴിച്ചപ്പാട് ഉറങ്ങരുത് എന്ന് പരിശുദ്ധ റസൂൽ ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം ലോകത്തെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂൽ. 14 നൂറ്റാണ്ട് മുമ്പ് ആലോചിച്ച് നോക്കണം. നിരക്ഷരനായ ഒരു പ്രവാചകൻ ഇന്നത്തെ ആധുനിക ആരോഗ്യ ശാസ്ത്രം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ 1500 കൊല്ലം മുമ്പ് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ എഴുന്നേറ്റ് വേഗത്തിലായി പള്ളിയിലേക്ക് എത്തി. നിങ്ങൾക്ക് ഇതൊക്കുന്നുണ്ടായിരുന്നു. ഇശാ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് മസ്ജിദിലുണ്ടായിരുന്ന ചില സഹാബികളെ നോക്കിക്കൊണ്ട് പരിശുദ്ധ റസൂൽ അരുളി, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങളത് കേൾക്കുക. അല്ലാഹു ആകാശത്തിൽ ഒരു കവാടം തുറന്നിരിക്കുന്നു. നിങ്ങളുടെ മേൽ അഭിമാനിച്ചുകൊണ്ട് മലക്കുകളോട് അവൻ പറയുന്നു, എന്റെ ഇഷ്ടദാസന്മാരെ നോക്കുക. ഒരു ഫർള് നിർവഹിച്ചതിന് ശേഷം അടുത്ത ഫർളിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. തുടർന്ന് അരുളി, ആരെങ്കിലും മഗ്രിബിന് ശേഷം 6 റക്അത്ത് നമസ്കരിച്ച് അതിനിടയിൽ പാപകരമായ കാര്യങ്ങളൊന്നും സംസാരിച്ചതുമില്ലെങ്കിൽ അവന് 12 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇതൊക്കെ ഉണ്ട് ദീനിൽ. എന്തൊക്കെ എളുപ്പമാർഗങ്ങൾ അല്ലേ കഴിച്ചിലാകാനുള്ള പ്രതിഫലം കിട്ടാൻ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഇശാ ബാങ്ക് കൊടുത്തു. പരിശുദ്ധ റസൂൽ വുളു ചെയ്തു. സുന്നത്ത് മുറിയിൽ തന്നെ നമസ്കരിച്ചു. വീട്ടിൽ തന്നെ നമസ്കരിച്ചതിന് ശേഷം മസ്ജിദിലെത്തി. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് കൂരിരുട്ടിലും വിദൂരങ്ങളിൽ നിന്നും ആളുകൾ
ആവേശപൂർവ്വം മസ്ജിദിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പരിശുദ്ധ റസൂൽ പറഞ്ഞു, രാത്രിയുടെ ഇരുളിൽ മസ്ജിദിലേക്ക് നടന്നു വരുന്നവർക്ക് ഖിയാമത്ത് നാളിൽ സമ്പൂർണമായ പ്രകാശം നൽകപ്പെടുന്നതാണ്. ഇശാ സുബഹ് നമസ്കാരങ്ങൾ മസ്ജിദിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞാണെങ്കിലും അവർ അതിൽ പങ്കെടുക്കുന്നതാണ്. ഈ 2 നമസ്കാരങ്ങൾ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസകരമാണ്. ഖാമത്ത് കൊടുക്കപ്പെട്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിർവഹിച്ചു. ആദ്യ റക്അത്തിൽ വശംസി, രണ്ടാമത്തെ റക്അത്തിൽ വത്തീനി പാരായണം ചെയ്തു. സലാം വീട്ടിയതിനു ശേഷം അല്പനേരം നമസ്കാര സ്ഥലത്ത് തന്നെ ഇരുന്നു ദിക്റുകൾ പൂർത്തീകരിച്ചു. അന്ന് രാത്രി കഴിച്ചു കൂട്ടേണ്ട ഭാര്യയുടെ മുറിയിലേക്ക് നീങ്ങി. ഇശാ നമസ്കാരാനന്തരം സംസാരിക്കുന്നത് പരിശുദ്ധ റസൂലിന് ഇഷ്ടമല്ലായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞാലുടൻ തഹജ്ജുദിനു വേണ്ടി ഉണരുന്ന പതിവുണ്ടായിരുന്നതിനാൽ ഉടനടി വിശ്രമിക്കുമായിരുന്നു. മുറിയിലെത്തി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് വിതർ നമസ്കാരം തഹജ്ജുദ് സമയത്തേക്ക് പിന്തിച്ചു. ഇനി ഉറങ്ങാനുള്ള ഒരുക്കമാണ്. ലോകനായകൻ പരിശുദ്ധ റസൂൽ പ്രിയ പത്നിയോട് കൽപ്പിച്ചു, വാതിലടക്കുക, വിളക്കണക്കുക, പാത്രം മൂടുക, തോൽപാത്രം കെട്ടിവെക്കുക. വർഷത്തിൽ ഒരു രാത്രിയിൽ ഒരു രോഗം ഇറങ്ങാറുണ്ട്. തുറന്നു കിടക്കുന്ന പാത്രത്തിൽ അത് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് പാത്രമൊക്കെ മൂടിവെക്കുക. തോൽപാത്രം ഉണ്ടെങ്കിൽ അത് കെട്ടിവെക്കുക. സജദ സൂറത്ത് ഓതാതെ ഉറങ്ങുന്ന പതിവില്ലായിരുന്നു. അതോടൊപ്പം മുൽക്ക് സൂറത്തും പാരായണം ചെയ്തു. അത് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. സുറുമച്ചെപ്പെടുത്ത് സുറുമയെടുത്ത് 3 പ്രാവശ്യം ഇരുനയനങ്ങളിലും സുറുമയിട്ടു വിരിപ്പിനടുത്തെത്തി അത് 3 പ്രാവശ്യം കൊടഞ്ഞു. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങുന്ന അവസാനത്തെ 3 സൂറത്തുകളിൽ ഓതി 2 കരങ്ങളും ചേർത്ത് പിടിച്ച് അതിൽ ഊതി ശരീരം മുഴുവനും തടവി. ആദ്യം അനുഗ്രഹീത ശിരസ്, തുടർന്ന് തിരുവദനം, ശേഷം മറ്റ് ശരീരഭാഗങ്ങളിൽ എന്നിങ്ങനെ 3 പ്രാവശ്യം ചെയ്തു. രാത്രിയിൽ അപകടങ്ങളിൽ നിന്നും കാവലായ ബഖറയുടെ അവസാന 2 ആയത്തുകൾ റസൂൽ, ആയത്തുൽ കുർസി എന്നിവ പാരായണം ചെയ്തു. ശേഷം ദുആ ചെയ്തു, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഅതു വഇൻ അംസക്തി നഫ്സി വർഹംഹാ വഇൻ അർസൽഹാ വഅഫ്ഫദ്ഹാ ബിഹാ തഹ്ഫദ് ബി ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ തിരുനാമത്തിൽ എൻ്റെ ശരീരത്തെ ഞാൻ കിടക്കയിൽ വെക്കുന്നു. നിന്റെ ഉദവി ഉണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഉയർത്തുന്നതാണ്. ഈ കിടത്തത്തിൽ നീ എൻ്റെ ആത്മാവ് പിടിക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാട്ടുകയും പുറത്തു തരുകയും ചെയ്യണമേ. ഇനി ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിന്റെ സൽക്കർമ്മികളായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ നീ അതിനെ സംരക്ഷിക്കണമേ. തുടർന്ന് വലത് കൈപ്പത്തി വലത് കവിളിനടയിൽ വെച്ച് കിബിലക്ക് അഭിമുഖമായി കിടന്നു. എന്നിട്ട് ഈ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിസ്മിക മൂതു വഹിയാ, اللهم في عذابك اللهم في عذابك يوم تبعث عباد اللهم أسلمت نفسي إليك ووجهت وجهي إليك وحجات ظهري إليك وفوضت أمري إليك وأبت ورحبت إليك لا ملجأ ولا منجا منك إلا إليك آمنت ബികിതാബിക അല്ലദീ അൻസൽതു ബിനബിയിക അല്ലദീ അർസൽതു. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഉണരുന്നു. അല്ലാഹുവേ, നിന്റെ അടിമകളെ യാത്ര അയക്കുന്ന ദിവസം നിന്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ കാക്കേണമേ. അല്ലാഹുവേ, എൻ്റെ ശരീരത്തെ നിനക്ക് കീഴ്പ്പെടുത്തുന്നു. എൻ്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചു. നിന്നിലേക്ക് ആഗ്രഹിച്ചു, നിന്നിൽ ഭയന്നും ഞാൻ നിന്നിലേക്ക് അഭയം പ്രാപിച്ചു. നിന്റെ പിടുത്തത്തിൽ നിന്നുള്ള രക്ഷ നിന്നിൽ അഭയം തേടൽ മാത്രമാണ്. നീ ഇറക്കിയ കിതാബിലും നീ അയച്ച നബിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസാന ദുആയെക്കുറിച്ച് അവിടുന്ന് ഇത് ചൊല്ലി ഉറങ്ങിയതിനു ശേഷം ആ രാത്രി മരണപ്പെട്ടാൽ പ്രകൃതി മതമായ ഇസ്ലാമിൽ മരിച്ചിരിക്കുന്നു. ഉറങ്ങുമ്പോൾ കാഫിറൂൻ സൂറത്ത് ഓതുന്നത് ശിർക്കിൽ നിന്നും ഒഴിവാകലാണെന്നും പരിശുദ്ധ റസൂൽ അരുളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധ റസൂൽ ഇങ്ങനെയായിരുന്നു. പ്രായം കുറഞ്ഞ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് പ്രിയങ്കരനായ കാരുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിലെ ഇബാദത്ത് പതിവുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. നബിയുടെ ഇബാദത്തുകൾ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ മാതൃ സഹോദരി ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഞാൻ വന്നു. നബി തങ്ങളുടെ വിരിപ്പിന്റെ വീതിയിൽ തലവെച്ച് ഞാൻ ഉറങ്ങി.
കുറച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. ഇതിന്റെ നീളത്തിൽ തല വെച്ച് കിടന്ന് വിശ്രമിച്ചു. പാതിരാവിൽ നബി തങ്ങൾ മുഖം തടവിക്കൊണ്ട് ഉണർന്നു. ആല ഇമ്രാന്റെ അവസാന ആയത്തുകൾ പാരായണം ചെയ്തു. തൂക്കിയിട്ടിരുന്ന തോൽപാത്രത്തിൽ നിന്നും നന്നായി വുദു ചെയ്തു. തുടർന്ന് നമസ്കരിക്കാൻ തുടങ്ങി. ഞാൻ വുദു എടുത്ത് തങ്ങളുടെ ഇടതുഭാഗത്ത് വന്നു നിന്നു. തങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് ചെവി കറക്കിയപ്പോൾ ഞാൻ വലതുഭാഗത്ത് വന്നു നിന്നു. തങ്ങൾ ഈ രണ്ട് റക്അത്ത് വീതം 6 പ്രാവശ്യം നമസ്കരിച്ചു. അതായത് 12 റക്അത്ത് നമസ്കരിച്ച ശേഷം വിത്ർ നമസ്കരിച്ചു. സുബഹി ബാങ്കിനെ കുറിച്ച് അറിയിക്കാൻ മുഅദ്ദിന് വന്നപ്പോൾ 2 റക്അത്ത് ചുരുക്കി നമസ്കരിച്ചു. ജമാഅത്തിനായി മസ്ജിദിലേക്ക് യാത്രയായി. സുബഹി നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം ദിവസങ്ങളിലെ അതിശ്രേഷ്ഠമായ ദിനമാണ്. ചില വിഷയങ്ങളിൽ വലിയ പെരുന്നാളുകളെക്കാൾ ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചത് വെള്ളിയാഴ്ചയാണ്. ഭൂമിയിലേക്ക് ഇറക്കിയത് വെള്ളിയാഴ്ച. തൗബ സ്വീകരിച്ചതും മഹാവിയോഗം സംഭവിച്ചതും ഈ ദിവസത്തിലാണ്. ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്. അപ്പോൾ ദുആ ചെയ്യുന്ന ഹറാമല്ലാത്ത എന്തും സ്വീകരിക്കപ്പെടുന്നതാണ്. ഖിയാമത്ത് സംഭവിക്കുന്നതും വെള്ളിയാഴ്ച തന്നെ. യഹൂദി ശനിയാഴ്ചക്കും ക്രൈസ്തവർ ഞായറാഴ്ചക്കും വിരുദ്ധമായി ഈ ദിവസത്തെ അല്ലാഹു നമുക്ക് തിരഞ്ഞെടുത്തതാണ്. നബി തങ്ങളെ സുബഹ് നമസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ സജദയും ദഹറും പാരായണം. കാരണം ഖിയാമത്ത് നാളിൽ പരലോകത്തിന്റെ അവസ്ഥകൾ ഈ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചു. സമുദായത്തിന് ഇവയെക്കുറിച്ചുള്ള ചിന്ത ഈ പാരായണത്തിലൂടെ പുതുക്കപ്പെടുന്നതാണ്. സുബഹിക്ക് ശേഷം പതിവനുസരിച്ച് സദസ്സ് കൂടി. ചിലർ സ്വപ്നങ്ങൾ വിവരിച്ചു. തങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഇടയ്ക്ക് ജാഹിലിയ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം വന്നു. കാലത്തെ ചില കവിതകൾ ഉദ്ധരിക്കപ്പെട്ടു. അതിലൽപ്പം തമാശയുള്ളതും ഉണ്ടായിരുന്നു. നബിതങ്ങളും അതിൽ പങ്കെടുത്തു. ചിലപ്പോൾ പുഞ്ചിരി തൂകി. നബിതങ്ങൾ അരുളി, ജാഹിലി കവിതകളിൽ ഏറ്റവും ഉത്തമം ലബീദിന്റെ ഈ കവിതാശകലമാണ്. അറിയുക, അള്ളാഹു അല്ലാത്തതെല്ലാം നശിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ ദിവസം ശ്രേഷ്ഠ ദിനമാണ്. ഈ ദിനത്തിൽ നിങ്ങൾ എൻ്റെ മേൽ അധികമായി സലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ദിവസം നിങ്ങൾ എൻ്റെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലുക. നിങ്ങളുടെ സലാത്ത് എന്നിൽ സമർപ്പിക്കപ്പെടുന്നതാണ്, അത് എന്നിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, നബി തങ്ങളുടെ തിരുശരീരം ഖബറിൽ ചേർന്ന് കഴിഞ്ഞാൽ തങ്ങളെ എങ്ങനെയാണ് അങ്ങേക്ക് സലാത്തുകൾ എത്തുക? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഖബറുകളുടെ മേൽ നബിമാരുടെ ശരീരം നിഷിദ്ധമാക്കിയിരിക്കുന്നു. നബിമാരുടെ ശരീരം ഭക്ഷിക്കുന്നത് മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള പാടെ ഈ ഭൂമിയിൽ എങ്ങനെയുണ്ടോ എൻ്റെ ശരീരം, അതുപോലെ ഖബറിലും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാനുഗ്രഹി പരിശുദ്ധ റസൂൽ അരുളി, നിങ്ങൾ വെള്ളിയാഴ്ച തീർച്ചയായും കുളിക്കണം. ആരെങ്കിലും വെള്ളിയാഴ്ച കുളിച്ച് നേരത്തെ മസ്ജിദിലെത്തി ഇമാമിനരികിലിരിക്കുകയും പാഴ്പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവന്റെ ഓരോ ചുവടിനു പകരം 1 വർഷത്തെ നമസ്കാരം, നോമ്പുകളുടെ പ്രതിഫലം എന്നിവ അവന് കനിഞ്ഞരുളുന്നതാണ്. ഈ ദിവസം ആരെങ്കിലും അൽ കഹഫ് സൂറത്ത് പാരായണം ചെയ്താൽ അടുത്ത ജുമുഅ വരെ അള്ളാഹു അവനൊരു പ്രകാശം നൽകുന്നതാണ്. മാത്രവുമല്ല, അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതുമാണ്. അല്പം കഴിഞ്ഞ് സദസ്സ് പിരിഞ്ഞു. സൂര്യൻ ഉയർന്നു കഴിഞ്ഞിരുന്നു. നബിതങ്ങൾ ഇശ്റാഖ് നമസ്കരിച്ച് വീട്ടിലേക്ക് പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഞാനും നബി തങ്ങളോടൊപ്പം വീട്ടിൽ പ്രവേശിച്ചു. എന്നോടൊപ്പം ഖാലിദ് ബിൻ വലീദും ഉണ്ടായിരുന്നു. മൈമൂന റളിയല്ലാഹു അൻഹ ഒരു കപ്പ് പാല് നബി തങ്ങൾക്ക് നൽകി. നബി തങ്ങൾ അതിൽ നിന്ന് കുടിച്ച ശേഷം അല്പം ബാക്കി വെച്ചത് വലത് ഭാഗത്തിരുന്ന് എനിക്ക് നൽകി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിനിടയിൽ നബി തങ്ങളുടെ സദസ്സിൽ കൃത്യനിഷ്ഠയോടെ പങ്കെടുത്തിരുന്ന ഒരു സഹാബിയുടെ കുഞ്ഞ് മരിച്ച വിവരം അറിഞ്ഞു. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അള്ളാഹു നിങ്ങളുടെ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കുന്നതാണോ
ആ കുഞ്ഞ് നിങ്ങളെക്കാൾ മുമ്പ് സ്വർഗത്തിലെത്തി വാതിലുകൾ തുറന്ന് നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? ആ സഹോദരനെ പരിശുദ്ധ റസൂൽ ആശ്വസിപ്പിക്കുന്ന രീതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ജുമുഅ നമസ്കാരത്തിന് മുമ്പുള്ള മസ്ജിദുൻ നബവിയുടെ ഈമാനിക പ്രകാശം ഒന്ന് കണ്ടു നോക്കൂ. ജുമുഅ നമസ്കാരത്തിന് ഇനി ധാരാളം സമയമുണ്ട്, ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. പക്ഷേ മസ്ജിദുൻ നബവി ഇതര ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ തന്നെ നിറഞ്ഞു കഴിഞ്ഞു. ഹവാലി, ഖുബ മുതലായ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. ചിലർ നമസ്കാരത്തിൽ, മറ്റു ചിലർ ദിക്ർ, ദുആ, തിലാവത്തുകളിൽ, വേറെ ചിലർ ധ്യാനത്തിൽ. ചുരുക്കത്തിൽ പ്രകാശപൂരിതമാണ് മസ്ജിദുൻ നബവി. ശാന്തഗംഭീരമായ ഒരു ചുറ്റുവട്ടം. ഇന്ന് കമ്പോളത്തിൽ വലിയ ചലനമില്ല. ചിലർ കച്ചവടത്തിന് പോയിട്ടേയില്ല. ചിലർ പോയി പെട്ടെന്ന് ജോലി തീർത്തു വന്നിരിക്കുന്നു. വഴിയോരങ്ങളിൽ കുട്ടികളെയും കാണാനില്ല. കുട്ടികളുടെയും ബഹളമില്ല. അവരും മുതിർന്നവരോടൊപ്പം മസ്ജിദുകളിലെത്തി പിഞ്ചു ചുണ്ടുകൾ അനക്കിനാഥനെ സ്മരിക്കുന്നു. എല്ലാവരുടെയും വസ്ത്രം ശുഭ്രമയം. അന്തരീക്ഷത്തിൽ സുഗന്ധം നിറഞ്ഞിരിക്കുന്നു. മധ്യാഹ്നം കഴിഞ്ഞ ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ തന്നെ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. തുടർന്ന് മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ റിസാലത്തിന്റെ പൂർണ്ണ സൂര്യൻ ഉദിക്കുകയായി. ശുഭ്രവസ്ത്രം, വെള്ളവസ്ത്രം, ശിരസിൽ കറുത്ത തലപ്പാവ്, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, സൗന്ദര്യത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിബിംബം. അത്ഭുതവും ആകർഷവുമായ ശരീരത്തിലേക്ക് സഹാബാക്കളുടെ കണ്ണുകൾ വിരിഞ്ഞു. തടി കൊണ്ടുണ്ടാക്കിയ മിമ്പറിന്മേൽ സഹാബികളിലേക്ക് തിരിഞ്ഞ് നബി തങ്ങൾ ഉപവിഷ്ടനായി. ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ബാങ്ക് കൊടുത്തു. ബാങ്കിന് ശേഷം നബി തങ്ങൾ മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് ഖുതുബ ആരംഭിച്ചു. അത് ആശയസമ്പുഷ്ടമായ ഖുതുബയിലെ ചില വചനങ്ങൾ. ഏറ്റവും ഉന്നത ഭാഷണം അള്ളാഹുവിൻ്റെ കിതാബാണ്. അത്യുത്തമ പാത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഏറ്റവും മോശം പുത്തൻ കാര്യങ്ങളാണ്. മുഴുവൻ പുത്തൻ കാര്യങ്ങളും വഴികേടാണ്. തുടർന്ന് ഖാഫ് സൂറത്ത് പാരായണം ചെയ്തു. ശേഷം മിമ്പറിൽ തന്നെ ഇരുന്നു. പിന്നീട് വീണ്ടും എഴുന്നേറ്റ് 2ാം ഖുതുബ നിർവഹിച്ചു. അതിൽ ചുരുങ്ങിയ ഉപദേശങ്ങൾ നടത്തി. ഇതിനിടയിൽ ഒരാൾ ജനങ്ങളുടെ പിരടി കവച്ചു വെച്ച് വരുന്നത് നബി തങ്ങൾ കണ്ടു. അയാളോട് നബി തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. ശകാരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആളുകളെ കവച്ചു വെച്ച് വരരുത് എന്ന് പറയുകയും ചെയ്തു. ഖുതുബ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി മുസല്ലയിലെത്തി 2 റക്അത്ത് നമസ്കരിച്ചു. ഇന്ന് അഅ്ല, ഗാശിയ സൂറത്തുകളാണ് ഓതിയത്. നമസ്കാരാനന്തരം സുന്നത്തുകൾ നമസ്കരിച്ചു. ഇത് സാധാരണയിൽ അല്പം ദീർഘമായിരുന്നു. വീട്ടിൽ ആഹാരമൊന്നുമില്ലെന്ന് അറിയുമായിരുന്നതിനാൽ വീട്ടിലേക്ക് പോയില്ല. ഇന്ന് പതിവിന് വിരുദ്ധമായി നമസ്കാരത്തിന് ശേഷമാണ് വിശ്രമിച്ചത്. വിശപ്പ് കഠിനമായതിനാൽ ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായി. അദ്ദേഹം വീട്ടിലെത്തി. ആഹാരം ശരിയാക്കി. നബി തങ്ങളെ ക്ഷണിച്ചു. തങ്ങൾ മുഴുവൻ സുഫ വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ടുപോയി ആഹാരം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അതിൽ ബറക്കത്തിനായി ദുആയിരുന്നു. 10 പേർ വീതം കഴിക്കാൻ പറഞ്ഞു. ആകെ 70 പേര് ഭക്ഷിച്ചു. അവസാനം നബി തങ്ങളും കഴിച്ചു. തുടർന്ന് അവർക്ക് വേണ്ടി ദുആയിരുന്നു. നോമ്പുകാർ, നിങ്ങളുടെ വീട്ടിൽ നോമ്പ് തുറക്കട്ടെ. പുണ്യവാളന്മാർ ഇവിടെ വന്ന് ഭക്ഷിക്കട്ടെ. മലക്കുകൾ നിങ്ങൾക്ക് ദുആ ഇരക്കട്ടെ. അള്ളാഹു എന്നെ ഭക്ഷിച്ചവരെ നീ ഭക്ഷിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ, എനിക്ക് ഭക്ഷണം തന്നവരെ നീയും ഭക്ഷിപ്പിക്കണമേ. എന്നെ കുടിപ്പിച്ചവരെ നീയും കുടിപ്പിക്കണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ വൈകുന്നേരം പോലെയായിരുന്നു ഇന്നത്തെയും വൈകുന്നേരം. അസർ, മഗ്രിബ്, ഇശാ നമസ്കാരങ്ങൾ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചു. ദിക്ർ, ദുആകൾ ചെയ്തു. ഉപദേശങ്ങൾ നടത്തി. സാധുക്കളെ സഹായിച്ചു. അതിഥികളെ സൽക്കരിച്ചു. ഇതാണ് സയ്യിദുൽ അയ്യാമിൽ സയ്യിദുൽ മുർസലീൻ, ഖാതിമുൻ നബിയ്യീൻ, അനീസുൽ ഗരീബീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുഷ്താഖീൻ, ശംസുൽ ദുആ, ബദറുദ് ദുജാ, നൂറുൽ ഹുദാ, കഹ്ഫുൽ വറാ. പരിശുദ്ധ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ. പെരുന്നാളിൻ്റെ ദിവസം എങ്ങനെ പരിശുദ്ധ റസൂൽ എന്നുകൂടി പറയുക ഞാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് ഈദുൽ ഫിത്തറാണ്.
ചെറിയ പെരുന്നാളിൻ്റെ രാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ചന്ദ്രപ്പിറ കണ്ടത്. അവസരത്തിൽ ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുവേ, ക്ഷേമവും വിശ്വാസവും സുരക്ഷയും ഇസ്ലാമും കൊണ്ട് ഇത് നീ ഞങ്ങളുടെ മേൽ ഉദ്ദീപിപ്പിക്കണമേ. എൻ്റെയും നിൻ്റെയും പരിപാലകൻ അള്ളാഹുവാണ്. തങ്ങൾ ഇതുവരെ ഇത്തിക്കാഫിലായിരുന്നു. ഇത്തിക്കാഫ് അവസാനിപ്പിച്ച് എല്ലാ ഭാര്യമാരെയും സന്ദർശിച്ച് ഇശാ നമസ്കാരാനന്തരം ഫിത്ർ സക്കാത്ത് നൽകി കുട്ടികൾ സന്തോഷാഹ്ലാദത്താൽ തുള്ളിച്ചാടി. പക്ഷെ യുവാക്കളിലും വൃദ്ധരിലും റമദാനിൽ മുബാറക്കിൻ്റെ വിടവാങ്ങൽ കാരണം ദുഃഖവും വ്യസനവും കൂടുതലായി കാണപ്പെട്ടു. റമദാൻ മാസം പിരിഞ്ഞു പോണ ദുഃഖം യുവാക്കളിലും വൃദ്ധരിലും സഹോദരിമാരിലൊക്കെ കാണപ്പെട്ടു. പക്ഷെ പെരുന്നാൾ വന്ന സന്തോഷത്തിൽ കുട്ടികൾ ആഹ്ലാദിക്കാൻ തുടങ്ങി, തുള്ളിച്ചാടാൻ തുടങ്ങി. റമദാൻ കഴിഞ്ഞ് പെരുന്നാളായ പ്രഖ്യാപനമുണ്ടായിട്ടും അവരിൽ ചിലരധിക പേരും മസ്ജിദിൽ തന്നെ രാത്രി കഴിച്ചുകൂട്ടി. സുബഹി നമസ്കാര ശേഷം കൃത്യസമയത്ത് സുബഹി നമസ്കാരം നടന്നു. നമസ്കാരാനന്തരം ഉള്ള മസ്ജിദിൽ ഇരുന്ന് മജ്ലിസ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നു. പെരുന്നാളിൻ്റെ കുളി തഹജ്ജുദ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചൊല്ലി: അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിത് എന്നെ ധരിപ്പിച്ചു. എനിക്ക് യാതൊരു ശേഷിയില്ലാതിരുന്നിട്ടും ഇതെനിക്ക് കനിഞ്ഞരുളി. ഈദുൽ അദ്ഹയ്ക്ക് വിരുദ്ധമായി ഒറ്റയായ ഏതാനും കാരക്കകൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഭക്ഷിച്ചു. സൂര്യോദയത്തിന് ശേഷം സഹാബത്തുൽ കിറാമിൻ്റെ ഒരു സംഘത്തോടൊപ്പം നടന്ന് തക്ബീർ ഉരുവിട്ടുകൊണ്ട് ഈദ്ഗാഹിലേക്ക് നടന്നു നീങ്ങി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സഹാബാക്കളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് നടന്നു നീങ്ങിയ ആ രംഗം ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കുമോ? മസ്ജിദുൻ നബവിയുടെ അല്പം അകലെ ഒരു തുറസായ സ്ഥലത്ത് ഈദ്ഗാഹ്. അവിടെ ഒരു കുന്തം നാട്ടപ്പെട്ടിരുന്നു. അതിനു പിന്നിൽ ജനങ്ങൾ അണിയണിയായിരിക്കുന്നു. ഇതാണ് ലോകനായകൻ്റെ പെരുന്നാൾ നമസ്കാര സ്ഥലം. വൃദ്ധരും യുവാക്കളും രോഗികളും ആരോഗ്യവാന്മാരും അന്ധരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും അവരിലുണ്ട്. പല നിറത്തിലുള്ള പുതുവസ്ത്രങ്ങൾ അണിഞ്ഞവർ ഇമാമുൽ അംബിയായിനെ കാത്തിരിക്കുകയാണ്. ലോക സൗന്ദര്യത്തിനവർ കാത്തി നിൽക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞ് പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് കറുത്ത തലപ്പാവ് ധരിച്ച് പൂർണ്ണചന്ദ്രനേക്കാൾ കൂടുതൽ സൗന്ദര്യത്തോടെ റഹ്മത്തുല്ലിൽ ആലമീൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലെത്തി. ബാങ്കും ഇഖാമത്തും സുന്നത്ത് നമസ്കാരങ്ങളും സംഘടിത ദിക്റും ഒന്നുമില്ലാതെ തങ്ങൾ മുസല്ലയിലേക്ക് കയറി നിന്നു. സ്വഫുകൾ നേരെയാക്കാൻ നിർദ്ദേശിച്ചു. 2 റക്അത്ത് ഈദ് നമസ്കാരം നിർവഹിച്ചു. പകലായിരുന്നിട്ടും പാരായണം ഉറക്കയായിരുന്നു. 2 റക്അത്തിലും കുറച്ച് 2 റക്അത്തിലും തക്ബീറുകൾ ഉറക്ക ചൊല്ലി. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും രണ്ടാമത്തേതിൽ ഖദറും പാരായണം ചെയ്തു. സലാം വീട്ടിയ ശേഷം ഖുതുബ തുടങ്ങി. മിമ്പറില്ലായിരുന്നതിനാൽ ബിലാൽ ഹബ്ശി റളിയല്ലാഹു അൻഹുവിനെ ചാരി നിന്നു എന്നിട്ടാണ് ഖുതുബ നടത്തിയത്. ഹംദ് സലാത്തുകൾക്ക് ശേഷം നിരവധി സഹീഹത്തുകൾ, അതിനുശേഷം നിരവധി നസീഹത്തുകൾ ചെയ്തു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കൽപ്പിച്ചു. അവനെ വഴിപ്പെടാൻ പ്രേരിപ്പിച്ചു. ഇടക്ക് തക്ബീറുകളും ചൊല്ലി ഖുതുബക്ക് ശേഷം വന്ന വഴിയല്ലാത്ത മറ്റൊരു വഴിയിലൂടെ തിരുഭവനത്തിലേക്ക് മടങ്ങി. ഈദ്ഗാഹിൽ ആൾക്കൂട്ടം വളരെ കൂടുതലായിരുന്നു. സ്ത്രീകൾ അവസാന ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഖുതുബ അവർ കേട്ടില്ലായിരിക്കാമെന്ന് വിചാരിച്ചവരോട് പ്രത്യേകമായി ഒരു ഉപദേശം നടത്താൻ നബി തങ്ങൾ ആഗ്രഹിച്ചു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് നീങ്ങി. കൂട്ടത്തിൽ ബിലാൽ മുഅദ്ദിൻ ഉണ്ടായിരുന്നു. തങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചാണ് നടന്നിരുന്നത്. സ്ത്രീകളുടെ അരികിലെത്തി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ആരംഭിച്ചു. ഇടക്ക്
ഈ ആയത്ത് ഓതി, അല്ലയോ നബിയെ, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ലെന്നും മോഷണം നടത്തുകയില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും സ്വന്തം മക്കളെ കൊല്ലുകയില്ലെന്നും തങ്ങളുടെ കാലുകൾക്കും കരങ്ങൾക്കും ഇടയിൽ കെട്ടിച്ചമയ്ക്കുന്ന കള്ളം കൊണ്ട് വരികയില്ലെന്നും തങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ താങ്കളുടെ അടുക്കൽ വന്നാൽ താങ്കൾ അവരിൽ നിന്നും പ്രതിജ്ഞ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണെന്ന ഖുർആനിക ആയത്തോതി നബി തങ്ങൾ അരുളി, നരകത്തിലധികവും സ്ത്രീകളായിരിക്കും. ഒരു സ്ത്രീ കാരണം തിരക്കിയപ്പോൾ നിങ്ങളവരോട് പറഞ്ഞു, നരകത്തിലധികം പെണ്ണുങ്ങളായിരിക്കും. അപ്പം നബിയെ, എന്താണ് അതിന് കാരണമെന്ന് സ്ത്രീകൾ ഒരാൾ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നന്ദികേടും ഭർത്താവിനോടുള്ള അനുസരണക്കേടുമാണ് കാരണം. ഈ പ്രഭാഷണം അവരിൽ വലിയ പരിവർത്തനമുണ്ടാക്കി. ലോക സൗന്ദര്യം അവരുടെ മുമ്പിൽ ഉദിച്ചു നിൽക്കുന്ന നേരം സ്ത്രീകളെല്ലാവരും തന്നെ അവരുടെ ആഭരണങ്ങൾ അഴിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു വിരിച്ചു പിടിച്ച തുണിയിൽ സദഖയായി ഇട്ടുകൊടുത്തു. നബി തങ്ങളത് ആവശ്യക്കാർക്കിടയിൽ വിതരണം ചെയ്തു. പെരുന്നാളായതിനാൽ നബി തങ്ങൾ മുറിയുടെ പുറത്തേക്കിറങ്ങി മസ്ജിദിൻ്റെ മുറ്റത്ത് ചില നീഗ്രോ വംശജർ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ചുറ്റുഭാഗത്തും കുട്ടികളും കൂട്ടം കൂടി. പ്രായക്കാരിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്കും ഈ കളി കാണാൻ ആഗ്രഹമുണ്ടായി. മനസ്സുകളെന്ന് അനുമാനിക്കുന്ന ഭർത്താവായ ലോകനായകൻ പടിയിൽ കൈത്താങ്ങി നിന്നുകൊണ്ട് അതിനിടയിലൂടെ സഹധർമ്മിണിയായ കളി കാണിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു, ആയിഷ, മതിയായില്ലേ? അവർ പറഞ്ഞു, ഇല്ല. അവസാനം അവർ സ്വയം പിന്മാറി. ഇതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. കളിക്കുന്നത് കണ്ടപ്പോൾ അവരെ എറിയാൻ ചരൽക്കല്ലുകളെടുത്ത് ഉടനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, അവരെ വിട്ടേക്കുക, അവർ കളിക്കട്ടെ, ഇന്ന് പെരുന്നാൾ ദിവസമല്ലേ. കായികാഭ്യാസം നടത്തുകയാണ്. അപ്പം നബി തങ്ങൾ കുറച്ച് കണ്ടിരുന്നു, ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പറഞ്ഞു, അവരെ ഒഴിവാക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിയാൻ നിന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, ഇന്ന് പെരുന്നാളല്ല, അവർ കളിക്കട്ടെ, അവർ വെറുതെ വിട്ടേക്കോ, അവരൊന്നും ചെയ്യല്ലേ. കുറച്ച് കഴിഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ തങ്ങൾക്ക് പ്രിയങ്കരനായ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഖ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തി. ഞാൻ താങ്കളോട് പറഞ്ഞ് ശിക്ഷ ഇളവ് ചെയ്യിക്കാൻ ഖുറൈശികൾ എന്നെ വിട്ടിരിക്കുകയാണ്. അവരുടെ ശിക്ഷ കുറക്കാൻ വേണ്ടി ഖുറൈശികൾ എന്നെ വിട്ടിരിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ നബി തങ്ങൾ കോപാകുലനായിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും നീ ശുപാർശ ചെയ്യുകയാണോ? ഉയർന്നവർ മോഷ്ടിച്ചാൽ അവരെ വിട്ടയക്കുകയും സാധാരണക്കാർ മോഷ്ടിച്ചാൽ അവരെ ശിക്ഷിക്കുകയും ചെയ്തതിനാലാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത്. കേൾക്കുക, എൻ്റെ മകള് ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും നഊദു ബില്ലാഹ്, ഞാൻ അവളുടെ കൈ ഛേദിക്കുന്നതാണെന്ന് പരിശുദ്ധ റസൂല് പറഞ്ഞു. പെരുന്നാൾ രാത്രി പതിവിൽ കൂടുതൽ ഇബാദത്തിൽ കഴിഞ്ഞതിനാൽ ഉറക്കം പൂർണ്ണമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ മുറിയിൽ കയറി കിടക്കയിൽ കിടന്ന് പുതപ്പ് കൊണ്ട് മുഖം മൂടി ഉറങ്ങാൻ ആരംഭിച്ചു. ഇതിനിടയിൽ മുറിക്കകത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമകാലികരായ ചില അൻസാരി കൂട്ടുകാരികൾ വന്നു. എല്ലാവരും കൂടി ഗാനം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരെ വിരട്ടി. ഉടനെ കാരുണ്യത്തിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്ത് നിന്നും പുതപ്പ് മാറ്റിക്കൊണ്ട് അരുളി, അവർ പാടട്ടെ, ഇത് നമ്മുടെ പെരുന്നാൾ ദിവസമല്ല സിദ്ദീഖേ, അവരാഘോഷിക്കട്ടെ എന്ന് പരിശുദ്ധ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പരിശുദ്ധ റസൂലിൻ്റെ ഒരു ദിവസം. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പുണ്യ നബിയുടെ സ്നേഹത്തിൽ അള്ളാഹു നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യട്ടെ. നാളെ അവിടുത്തെ തിരുശഫാഅത്തിന് നമ്മെ അർഹരാക്കട്ടെ. നാളെ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട കൈകൾ കൊണ്ട് ഹൗദുൽ കൗതർ എന്ന പുണ്യമാക്കപ്പെട്ട പാനീയം വാങ്ങിക്കുടിക്കുന്ന ഭാഗ്യവാന്മാരിലും ഭാഗ്യവതികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.